നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറാമത്തെ ചാപ്റ്ററായ വർക്ക്, പവർ ആൻഡ് എനർജി ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ ആൻഡ് 2 ഡയമെൻഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൊളീഷൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇൻഇലാസ്റ്റിക് കൊളീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇലാസ്റ്റിക് കൊളീഷൻ, അതിൽ 1 ഡയമെൻഷണൽ കൊളീഷൻ എന്താണ് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 ബോഡീസാണ്, M1 ആൻഡ് M2. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് M1 ഇസ് U1, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് M2 U2. ഓക്കെ, ബിഫോർ കൊളീഷൻ ഈ 2 ബോഡീസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റീസ് ആണ് U1 ആൻഡ് U2. Now they collide with each other. After collision, M1 is moving with velocity V1, M2 is moving with velocity V2. 1 dimension ആണ്. അപ്പോൾ ബിഫോർ കൊളീഷനും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ബോഡീസ് മൂവ് ചെയ്യുന്നത്. ആഫ്റ്റർ കൊളീഷൻ ഓൾസോ ബോഡീസ് മൂവ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ യു ആർ കൺസിഡറിങ് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീനിയർ മൊമെൻറ്റും കൈനറ്റിക് എനർജി രണ്ടും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബിഫോർ കൊളീഷനുള്ള ലീനിയർ മൊമെൻറ്റവും ആഫ്റ്റർ കൊളീഷനുള്ള ലീനിയർ മൊമെൻറ്റവും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ബിഫോർ കൊളീഷൻ ദ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ദ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ഈ ഒരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫൈനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ കണ്ടെത്താൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ ഫോർ ഫൈനൽ വെലോസിറ്റീസ്. So we'll consider conservation of linear momentum first. എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം PI ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം മീൻസ് മൊമെൻറ്റം ബിഫോർ കൊളീഷൻ, ഫൈനൽ മൊമെൻറ്റം മീൻസ് മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റവും ടോട്ടൽ മൊമെൻറ്റവും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റവും ഈക്വലാണ്. കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം എന്താണ്? നോക്കൂ, ഫസ്റ്റ് ബോഡിയുടെ മൊമെൻറ്റം ദാറ്റ് ഇസ് M1 U1 പ്ലസ് സെക്കൻഡ് ബോഡിയുടെ മൊമെൻറ്റം M2 U2 ദാറ്റ് ഇസ് PI. ഓക്കെ, കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റം. നൗ വാട്ട് ഈസ് ദ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ? ഫസ്റ്റ് ബോഡിയുടേത് M1 V1 പ്ലസ് സെക്കൻഡ് ബോഡി M2 V2. സോ ദ ഇക്വേഷൻ ഇസ് M1 U1 പ്ലസ് M2 U2 ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. ഓക്കെ, ആ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. M1 ഉള്ള ടേംസ് ഒരുമിച്ചെടുക്കുന്നു. സോ M1 ഇൻറ്റു U1 മൈനസ് ഇവിടെ M1 ഉള്ള ടേം ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, M1 ഇൻറ്റു V1 ഈക്വൽ ടു M2 ഉള്ളത് ഒരുമിച്ച് ഒരു സൈഡിൽ M2 V2 മൈനസ് M2 U2. അതായത് ഈ ഒരു ഇക്വേഷൻ എഴുതുന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ എല്ലാം ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ M1 ഉള്ള ടേംസ് ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് എടുത്തു, M2 ഉള്ളത് റൈറ്റ് സൈഡിലേക്ക് എടുത്തു. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് M1 ഇൻറ്റു, 2 ടേംസിലും M1 ഉണ്ട്. സോ M1 ഇൻറ്റു U1 മൈനസ് V1 ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടിയത് ബൈ കൺസിഡറിങ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ഇക്വേഷൻ ഇസ് M1 ഇൻറ്റു U1 മൈനസ് V1 ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കൈനറ്റിക് എനർജി കൺസർവേഷനാണ്. ബൈ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് total kinetic energy before collision equal to total kinetic energy after collision. എന്താണ് ബിഫോർ കൊളീഷനുള്ള കൈനറ്റിക് എനർജി? ഹാഫ് M1 U1 സ്ക്വയർ. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് ദി ഫസ്റ്റ് ബോഡി പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ കൈനറ്റിക് എനർജി ഓഫ് ദി സെക്കൻഡ് ബോഡി. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടും. ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ half M1 V1 square plus half M2 V2 square. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അപ്പോൾ ബിഫോർ കൊളീഷനുള്ള കൈനറ്റിക് എനർജി ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ.
അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ക്ലിയർ ആണ്, എല്ലാ ടേംസിലും ഹാഫ് ഉണ്ട്. സോ ഹാഫ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, രണ്ട് ഭാഗത്തും ഹാഫ് എല്ലാ ടേംസിലുള്ളതുകൊണ്ട് ഹാഫ് ക്യാൻസൽ ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. ഓക്കെ, ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരേ ടേംസ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അതായത് m1 ഉള്ള ടേംസ് ഒരു സൈഡിൽ, m2 ഉള്ള ടേംസ് ഒരു സൈഡിൽ. അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയാണ്. സോ m1 u1 സ്ക്വയർ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. എന്താ ചെയ്തത് ഇവിടെ? m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്നും m1 ഉള്ള ടേം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. ലെഫ്റ്റ് സൈഡിലെ m2 ഉള്ള ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ m1 ഉള്ള ടേംസ് ഒരുമിച്ച്, റൈറ്റ് സൈഡിൽ m2 ഉള്ള ടേംസ് ഒരുമിച്ച്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഓക്കെ, കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതാം നമുക്ക്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. അതാണ് ഇക്വേഷൻ 1. രണ്ടാമത്തേത് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് v1 v2, അതായത് ഫൈനൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ്. അപ്പോൾ അതിലൊന്ന് എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റേ ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റെപ്സിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ വീഡിയോ ഒരിക്കൽ കൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ജസ്റ്റ് നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ആ ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു യൂസ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. വി ആർ കൺസിഡറിങ് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. ദാറ്റ് ഈസ് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 ഇൻറ്റു u1 മൈനസ് v1. ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണിത്, ബൈ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണിത്. ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ ഡിവൈഡഡ് ബൈ m2 ഇൻറ്റു v2 മൈനസ് u2. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനെ ആദ്യത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം വീണ്ടും m1 ക്യാൻസൽസ്, രണ്ട് താഴെ മേലെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ m2 ക്യാൻസൽസ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, സി u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഓഫ് ദ ഫോം a സ്ക്വയർ മൈനസ് b സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് a മൈനസ് b ഇൻറ്റു a പ്ലസ് b. അല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നമ്മൾ u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എങ്ങനെ എഴുതി? u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് v1 ഈക്വൽ ടു, ഇവിടെയും അതുപോലെ തന്നെ v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2. ഓക്കെ, സോ v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 ഡിവൈഡഡ് ബൈ v2 മൈനസ് u2. ഇവിടെ നമുക്ക് കാണാം u1 മൈനസ് v1 മുകളിലും താഴെയും നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ v2 മൈനസ് u2 ക്യാൻസൽസ്. സോ യു വിൽ ഗെറ്റ് u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2 ഓർ v2 ഈക്വൽ ടു u1 പ്ലസ് v1 മൈനസ് u2. നമുക്ക് കിട്ടേണ്ടത് ഫൈനൽ വെലോസിറ്റീസ് ആണ് v1 ആൻഡ് v2. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ നമുക്ക് v2നുള്ള ഇക്വേഷൻ എഴുതാം. v2 ഈക്വൽ ടു u1 പ്ലസ് v1 മൈനസ് u2. ഓക്കെ, v2നുള്ള ഇക്വേഷനാണ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. Now you can substitute equation 3 in equation 1. Equation 3 ഏതാണ്? ഇതാണ് v2 ഈക്വൽ ടു u1 പ്ലസ് v1 മൈനസ് u2. ഇക്വേഷൻ 1 ഏതാണ്? ദിസ് ഇസ് ഇക്വേഷൻ 1. m1 ഇൻറ്റു
u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. അപ്പോൾ v2നുള്ള ഇക്വേഷൻ, അതാണ് ഇക്വേഷൻ 3, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. സോ യുൽ ഗെറ്റ് m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2ന് പകരം u1 പ്ലസ് v1 മൈനസ് u2 മൈനസ് u2. ഓക്കെ, മൈനസ് u2 ഇവിടെ ഉണ്ട്, അതാണ് രണ്ടാമത് മൈനസ് u2 വന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് എഴുതാം, m1 u1 മൈനസ് m1 v1 ഈക്വൽ ടു m2 u1 പ്ലസ് m2 v1 മൈനസ് m2 u2 മൈനസ് m2 u2, or m1 u1 minus m1 v1 equal to m2 u1 plus m2 v1 minus m2 u2, ഇവിടെ വീണ്ടും m2 u2 ഉണ്ട്, അപ്പോൾ minus 2 m2 u2. Okay, or we can write it as m1 u1, ഇവിടെ u1 ഉള്ള ടേമും കൂടി ഇപ്പുറത്തേക്ക് എടുക്കാം. സോ മൈനസ് m2 u1 പ്ലസ് 2 m2 u2 ഈക്വൽ ടു m2 v1 പ്ലസ് m1 v1. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, v1 ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ v1 ഉള്ള ടേംസ് മാത്രം ഒരു ഭാഗത്ത് കൊണ്ടുവന്നു, ബാക്കിയെല്ലാം ഇറ്റ് ഇസ് ടേക്കൺ ടു ദി അതർ സൈഡ്. അപ്പോൾ m1 u1 മൈനസ് m2 u1 പ്ലസ് 2 m2 u2 ഈക്വൽ ടു m2 v1 പ്ലസ് m1 v1. Okay, that can be written as m1 മൈനസ് m2 ഇൻറ്റു u1. ഇവിടെ നോക്കൂ, രണ്ട് ടേമിലും u1 കോമൺ ആണ്. സോ m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2 m2 u2 ഈക്വൽ ടു, ഇവിടെ v1 കോമൺ ആണ്, m1 പ്ലസ് m2 ഇൻറ്റു v1. ഇവിടെ m2 v1, ഇവിടെ m1 v1, അപ്പോൾ m1 പ്ലസ് m2 ഇൻറ്റു v1. ഓർ ഇതിൽ നിന്ന് v1 ഉള്ള ഇക്വേഷൻ എഴുതാലോ. യു വിൽ ഗെറ്റ് v1 ഈക്വൽ ടു m1 minus m2 into u1 plus 2 m2 u2 all divided by m1 plus m2. അപ്പോൾ v1 എന്നത് ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോഡി, കൊളീഷന് ശേഷം ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി, ഇറ്റ് ഇസ് ഗിവൺ ബൈ m1 minus m2 into u1 plus 2 m2 u2 divided by m1 plus m2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്, v1 ഉള്ള ഇക്വേഷനിൽ എല്ലാം നോൺ ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി u1 u2 നമുക്കറിയാം, m1 m2 മാസസ് ഓൾസോ നോൺ. സോ യു വിൽ ഗെറ്റ് ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് ബോഡി. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഫൈനൽ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് ബോഡി. ഇതേ പ്രൊസീജിയറാണ്, വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ഇതേ രീതിയിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇക്വേഷൻ എന്താണ് നോക്കൂ, v2 equal to m2 minus m1 into u2 plus 2 m1 u1 divided by m1 plus m2. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഓർത്ത് വെക്കുക. v1ൻ്റെ ഇക്വേഷനും v2ൻ്റെ ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കൂ. ജസ്റ്റ് കമ്പയർ ദി ഇക്വേഷൻസ്. v1ൽ m1 മൈനസ് m2 ഇൻറ്റു u1, ഇവിടെ m2 മൈനസ് m1 ഇൻറ്റു u2. ഓക്കെ, then plus 2 m2 u2, ഇവിടെ plus 2 m1 u1 divided by m1 plus m2. അത് കോമൺ ആണ്, രണ്ടിലും ഡിവൈഡഡ് ബൈ m1 plus m2. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. v1ൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് മനസ്സിലാക്കുക, അതുപോലെ v2 എഴുതാൻ പറ്റും. ഓക്കെ, so you got the final velocities of bodies m1 and m2. Now we'll consider some special cases. Consider the first case. When two bodies have equal mass, m1 equal to m2, രണ്ട് ബോഡീസിനും ഒരേ മാസ്സാണെന്ന് വിചാരിക്കുക, അതായത് m1 equal to m2. അപ്പോൾ നമ്മൾ m1 m2 എന്ന് സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല, m ആണ് മാസ് എന്ന് വിചാരിക്കുക. Then what is the equation for v1 and v2? v1ൻ്റെ ഇക്വേഷൻ നോക്കൂ, m1 equal to m2 ആകുമ്പോൾ m1 minus m2 0 ആവും. ഓക്കെ, ഇവിടെ 2m u2 divided by m plus m, അങ്ങനെയല്ലേ കിട്ടുക. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ, 2m u2 by 2m. So what is the relation? You will get u2. Okay, v1 equal to u2. Similarly, what is v2? v2ൻ്റെ ഇക്വേഷൻ നോക്കൂ, m2 minus m1, അത് 0 ആണ്. ഇവിടെ 2m u1 divided by
2m. m1 m2 ഈക്വൽ ആണ്, അതിന് പകരം നമ്മൾ m എന്ന് കൊടുക്കുന്നു. m1 പകരം m എന്ന് എഴുതുന്നു, m2 പകരം m എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ m1 + m2 എന്ന് പറഞ്ഞാൽ m + m ആണ്, 2m. So the equation for V2 is 2mu1 divided by 2m, that is u1. എന്ന് പറഞ്ഞാൽ if the bodies are having equal mass, you will get V1 equal to u2, V2 equal to u1. V1 എന്താ? m1 എന്ന ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ഓഫ് m1 ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് m2. ഓക്കെ, സിമിലർലി ഫൈനൽ വെലോസിറ്റി ഓഫ് m2 ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് m1. എന്ന് പറഞ്ഞാൽ if the bodies are having equal mass, then they exchange their velocities after elastic collision in one dimension. അതായത് രണ്ട് ബോഡീസിൻ്റെയും മാസ് ഈക്വൽ ആണെങ്കിൽ കൊളീഷന് ശേഷം ആദ്യത്തെ ബോഡി രണ്ടാമത്തേതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യും, അതുപോലെ തന്നെ രണ്ടാമത്തെ ബോഡി ആദ്യത്തേതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യും. അതായത് ബോഡീസ് വിൽ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ആദ്യത്തേൻ്റെ വെലോസിറ്റി രണ്ടാമത്തെ ബോഡി എടുക്കും, രണ്ടാമത്തേൻ്റെ വെലോസിറ്റി ആദ്യത്തെ ബോഡി എടുക്കും. അപ്പോൾ വെലോസിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യും. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ഇഫ് ദ ബോഡീസ് ആർ ഹാവിങ് ഈക്വൽ മാസ്, ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ് ആഫ്റ്റർ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. നൗ കൺസിഡർ കേസ് 2. സെക്കൻഡ് ബോഡി ഇസ് അറ്റ് റെസ്റ്റ് ബിഫോർ കൊളീഷൻ. രണ്ടാമത്തെ കേസ് ഇതാണ്. സെക്കൻഡ് ബോഡി റെസ്റ്റിലാണെന്ന് വിചാരിക്കുക ബിഫോർ കൊളീഷൻ. എന്ന് പറഞ്ഞാൽ u2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഫൈനൽ വെലോസിറ്റി? ഇത് സെക്കൻഡ് ബോഡി റെസ്റ്റിലാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു മാസ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. മാസ് ഈക്വൽ ആകുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുക വെലോസിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് ബോഡിയുടെ വെലോസിറ്റി സെക്കൻഡ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും, സെക്കൻഡ് ബോഡിയുടെ വെലോസിറ്റി ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, that is if the bodies are having equal mass, that is m1 equal to m2 equal to m, and if the second body is at rest, what happens? After collision, the first body comes to rest while second body moves with velocity of the first body. Okay, velocity of the first body, അതായത് ആദ്യത്തെ ബോഡി റെസ്റ്റിലാവും, രണ്ടാമത്തെ ബോഡി ആദ്യത്തേതിൻ്റെ വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്യും. നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ തന്നെയാണ്. ദേ വിൽ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. കൊളീഷന് ശേഷം വെലോസിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യും. നൗ കേസ് 3. ഇഫ് m1 മച്ച് ലാർജ് കമ്പയർഡ് ടു m2 ആൻഡ് u2 ഈക്വൽ ടു 0. അതായത് ഫസ്റ്റ് ബോഡിയുടെ മാസ് സെക്കൻഡ് ബോഡിയുടേതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക, ആൻഡ് സെക്കൻഡ് ബോഡി റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ m2 ക്യാൻ ബി നെഗ്ലക്റ്റഡ്. Okay, then v1 equal to m1 u1 by m1. ഓക്കെ, ഒന്ന് നെഗ്ലക്റ്റ് ചെയ്യാം, m2 നെഗ്ലക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക. സി m1 മൈനസ് m2 0 ആയിട്ട് എടുക്കുക. സോ m1 u1. ഓക്കെ, സെക്കൻഡ് ടേം 0 ആയിട്ട് എടുക്കാം നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ, ഡിവൈഡഡ് ബൈ m1. ഓക്കെ, സോ യുൽ ഗെറ്റ് m1 u1 by m1, that is equal to u1. What is V2? V2 equal to 2u1. Okay, V2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will get 2u1. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 2-3 സ്പെഷ്യൽ കേസസ് കൺസിഡർ ചെയ്യാം. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഉള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ടു ദ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. അതായത് ബോഡീസിൻ്റെ വെലോസിറ്റി നമുക്കറിയാം, അത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, ആഫ്റ്റർ കൊളീഷനുള്ള റിലേറ്റീവ് വെലോസിറ്റിയും ബിഫോർ കൊളീഷൻ ഉള്ള റിലേറ്റീവ് വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ. യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം ഒരേ ക്വാണ്ടിറ്റീസ് ആണല്ലോ. റിലേറ്റീവ് വെലോസിറ്റിയാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ന്യൂമറേറ്ററിൽ വരുന്ന റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനാണ്, ഡിനോമിനേറ്ററിൽ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. And E is equal to 1 for perfectly elastic collision, E equal to 0 for perfectly inelastic collision. Perfectly elastic collision ആണെങ്കിൽ Eയുടെ വാല്യൂ 1 ആയിരിക്കും,
ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിൽ ഇയുടെ വാല്യൂ 0. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ കൊളീഷൻ ഏത് ടൈപ്പാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Now we are going to consider elastic collision in 2 dimensions. അപ്പോൾ ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തത് 1 ഡയമെൻഷനിലുള്ള ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ഡയമെൻഷനിലുള്ള ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇതിൽ നമ്മൾ 1-2 സ്റ്റെപ്പ് മാത്രമേ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക വേണ്ടൂ, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. സോ M1 ആണ് ബോഡി 1 മൂവിങ് വിത്ത് വെലോസിറ്റി u1. സെക്കൻഡ് ബോഡി M2, സപ്പോസ് ദ വെലോസിറ്റി ഈസ് u2. ഓക്കെ, ബിഫോർ കൊളീഷൻ രണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആഫ്റ്റർ കൊളീഷൻ ദേ മൂവ് ഇൻ എ പ്ലെയിൻ. ഇത് എക്സ് ആക്സസ് ആണെന്ന് വിചാരിക്കുക, ദിസ് ഇസ് വൈ ആക്സസ്. അപ്പോൾ കൊളീഷന് ശേഷം M1 മൂവ് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിനിലാണ്, അതുപോലെ തന്നെയാണ് M2 മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് കൊളീഷൻ ഇൻ 2 ഡയമെൻഷൻസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സി v1 ഇസ് ദ ഫൈനൽ വെലോസിറ്റി ഓഫ് M1, v2 is the final velocity of M2. മാത്രമല്ല θ1 is the angle which M1 makes with the x-axis. x-axisുമായിട്ട് θ1 ആംഗിളിലാണ് M1 മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ x-axisുമായിട്ട് θ2 ആംഗിളിലാണ് M2 മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും M1ഉം M2ഉം കൊളീഷന് ശേഷം പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്, XY പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. M1 ഉണ്ടാക്കുന്ന ആംഗിൾ θ1 ആണ്, M2 ഉണ്ടാക്കുന്ന ആംഗിൾ θ2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. കൈനറ്റിക് എനർജി കൺസർവേഷൻ. Now we'll consider momentum conservation. Momentum conserved ആണ്. പക്ഷേ ഇവിടെയുള്ളൊരു വ്യത്യാസം, ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൊമെൻറ്റത്തിന് എക്സ് കമ്പോണൻറ്റും ഉണ്ടാവും വൈ കമ്പോണൻറ്റും ഉണ്ടാവും. ഓക്കെ, എക്സ് വൈ പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ കൊളീഷൻ എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൊമെൻ്റ് ഉള്ളൂ, കാരണം വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ മാത്രമാണുള്ളത്. പക്ഷേ ആഫ്റ്റർ കൊളീഷൻ ഈ വെലോസിറ്റിക്ക് എക്സ് കമ്പോണൻറ്റും ഉണ്ട് വൈ കമ്പോണൻറ്റും ഉണ്ട്. ഓക്കെ, സോ എക്സ് കമ്പോണൻറ്റും കൺസിഡർ ചെയ്യണം, നമ്മൾ വൈ കമ്പോണൻറ്റും കൺസിഡർ ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. എക്സ് ആക്സിസിലുള്ളത് കൺസിഡർ ചെയ്യാം. സോ എലോങ് എക്സ് ആക്സിസ് ഇനീഷ്യൽ മൊമെൻറ്റം ദാറ്റ് ഇസ് M1 U1 പ്ലസ് M2 U2. ഇനീഷ്യലി എക്സ് ആക്സിസിൽ മാത്രമാണല്ലോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് M1 U1 പ്ലസ് M2 U2 ആണ്. Now what is the total final momentum along x axis? എക്സ് ആക്സിസിലുള്ള ടോട്ടൽ ഫൈനൽ മൊമെൻ്റ് എന്താണ്? അത് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ എക്സ് കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലേ. സോ M1 V1 എക്സ് കമ്പോണൻറ്റ് എന്താ വരിക? കോസ് θ1. ഓക്കെ, പ്ലസ് M2 V2 കോസ് θ2. ഈ ഒരു വെക്ടർ, വെലോസിറ്റി വെക്ടർ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് വെക്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ V1ൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് V1 കോസ് θ1 ആണ്, വൈ കമ്പോണൻറ്റ് V1 സൈൻ θ1 ആണ്. അതുപോലെ തന്നെ V2 കോസ് കമ്പോണൻറ്റ് V2 കോസ് θ2, സൈൻ കമ്പോണൻറ്റ് V2 സൈൻ θ2. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം is M1 U1 plus M2 U2, that is before collision, equal to M1 V1 cos θ1 plus M2 V2 cos θ2. Okay, similarly momentum along y axis, initial momentum 0 ആണ്, കാരണം പാർട്ടിക്കിൾസ് രണ്ടും അല്ലെങ്കിൽ രണ്ട് ബോഡിയും എക്സ് ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ബിഫോർ കൊളീഷൻ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം 0. ഫൈനൽ മൊമെൻറ്റം എന്താ? രണ്ടിൻ്റെയും വൈ കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യുക. സോ M1 V1 സൈൻ θ1 പ്ലസ് M2 V2 സൈൻ θ2. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, V1 സൈൻ θ1 അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് V2 സൈൻ θ2 അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ,
സോ V2 sin θ2 എന്ന് പറയുന്നത് നെഗറ്റീവ് y ഡയറക്ഷനിലാണ്, V1 sin θ1 പോസിറ്റീവ് y ഡയറക്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എടുക്കുമ്പോൾ നമ്മൾ m1 v1 sin θ1 മൈനസ് m2 v2 sin θ2 എന്നാണ് എടുക്കുക. ഓക്കെ, സോ 0 ഈക്വൽ ടു momentum along y-axis 0 equal to m1 v1 sin θ1 minus m2 v2 sin θ2, or this equation can be written as m1 v1 sin θ1 equal to m2 v2 sin θ2. അപ്പോൾ 2 dimensional കേസിൽ മൊമെൻറ്റം കൺസർവേഷൻ ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി കൺസർവേഷൻ ഉപയോഗിച്ചിട്ട് കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതും എന്ന് മനസ്സിലാക്കിയിരിക്കുക മാത്രമേ വേണ്ടൂ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയം വരികയാണെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്, നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പഠിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്